കോക്രോച്ച് ജനതാ പാർട്ടിയും അതിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങളും. അഭിജിത്ത് ദീപക് എന്ന ഒരാളാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഒരു സറ്റേറിക്കൽ ഡിജിറ്റൽ ഔട്ട്ഫിറ്റ് എന്ന നിലയിൽ തുടങ്ങിയത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു അവസരത്തിൽ ഒരു ലോയർക്ക് സീനിയർ ഡെസിഗ്നേഷൻ വേണമെന്നാവശ്യപ്പെട്ട് ചെന്ന സമയത്ത് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകളാണ് അതിൽ ഉള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെ പിന്നീട് പറയുകയുണ്ടായി, ഞാൻ അതുദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്, ഇത് തെറ്റായ രീതിയിൽ ഡിഗ്രി ഒന്നും ഇല്ലാത്തവർ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ക്ലാരിഫൈ ചെയ്യുകയുമുണ്ടായി. ഏതായാലും അതിനെ തുടർന്നാണെന്ന് പറഞ്ഞാണ് ഈ അഭിജിത്ത് അദ്ദേഹം ബോസ്റ്റണിൽ ഒരു കോഴ്സ് ചെയ്യുകയാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇങ്ങനെ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നതായിട്ട് അങ്ങനെ ഒരു ഇത് ഇറക്കിയത്. ഇതിന് ഭയങ്കര ഔട്ട്റീച്ചായിരുന്നു. വളരെയധികം ആളുകൾ 19 മില്യൺ ആളുകളാണ് ചേർന്നത് എന്നൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തിൽ ചേർന്നവരിൽ 49% പാകിസ്ഥാൻകാരും നല്ലൊരു ഭാഗം ബംഗ്ലാദേശികളും മറ്റുമാണ്. അത് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ് മറ്റ് പലരും അതിൻ്റെ പുറകെ കൂടുന്നുണ്ട്. പക്ഷേ ഇതിൽ വന്ന ചിലർ ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അത് ഇപ്പോഴത്തെ വ്യവസ്ഥയ്ക്ക് എതിരായിട്ടാണ്. എന്നിട്ട് പറയുന്നത് GDP കുറഞ്ഞു. അപ്പോൾ ചോദിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, എന്താണ് GDP? ഫുൾ ഫോം അറിയുമോ? ഇല്ല, എനിക്കറിയില്ല. GDP എത്രയായിരുന്നു? അത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള യാതൊരു വിവരവും ഒന്നുമില്ലാത്ത കുറച്ച് വികാരത്തിൻ്റെ മേലിൽ പ്രവർത്തിക്കുന്ന കൂട്ടം ഉണ്ടാക്കാനാണ് ശ്രമം. ബംഗ്ലാദേശിലും നേപ്പാളിലും നടന്ന രീതിയിൽ ജെൻസി ജനറേഷനെ ഒരുമിച്ച് കൂട്ടി ഒരു വിപ്ലവം അടിച്ചുകൂട്ടാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം AAPയുടെ ഒരു പഴയ പ്രവർത്തകനാണ് ഈ പറയുന്ന ദീപക്. ഇത്രയും വൈഡായിട്ട്, അതായത് യാതൊരു വിവരവുമില്ലാതെ എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് പോലും അറിയാതെ അങ്ങനെയുള്ളൊരു വിഭാഗത്തിനെ, അതായത് ഇതിൽ പറയുന്നത് തന്നെ ലേസി ആയിട്ടുള്ള, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള, എപ്പോഴും ഓൺലൈൻ പ്രവർത്തിക്കുന്ന ആളുകൾ ആയിരിക്കണം ഇതിൽ മെമ്പേഴ്സായിട്ട് ചേരാനുള്ള യോഗ്യത എന്നാണ് പറയുന്നത്. ഈ അഭിജിത്ത് ഇന്ത്യയിലല്ല ഉള്ളതെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം ഈ പറഞ്ഞ രീതിയിലുള്ള വളരെ ലേസിയായിട്ട് എപ്പോഴും ഓൺലൈനും കുത്തിയിരിക്കുന്ന, തൊഴിലിന് കിട്ടിയാലും അത് പോകാൻ തയ്യാറാകാതിരിക്കുന്ന, അതല്ലെങ്കിൽ ഒരു പ്രത്യേക തൊഴിലിന് മാത്രം പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങനെയൊരു വിഭാഗത്തെ ഇളക്കി വിട്ട്. കാരണം ഇന്ത്യയിലിപ്പോൾ 1% പേര് അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ തന്നെ എത്രയും 146 കോടിയുടെ 1% അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും 1.46 കോടി ആളുകളെ കിട്ടും. അത് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ 2-3 സ്ഥലത്ത് കളക്റ്റീവായിട്ട് വന്നാൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ കൂടാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷേ ഇതിൻ്റെ അടിത്തട്ടിലെ ഉദ്ദേശമെന്ന് തോന്നുന്നു. കാരണം ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ ഇത്തരം പ്രക്ഷോഭങ്ങൾ കൊണ്ട് അവിടുത്തെ ഗവൺമെൻറ്റുകളെ മാറ്റിമറിക്കാൻ സാധിച്ചു. ഇന്ത്യയിലാണെങ്കിൽ ആ ഗവൺമെൻറ്റിന് കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കുകയാണ്. പ്രത്യേകിച്ച് ബീഹാറിലും ബംഗാളിലുമൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതോടുകൂടി അത് വ്യക്തമാവുകയാണ്. മാത്രമല്ല, ബംഗാളിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അവരെടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെയുള്ളതാണ്. തീർച്ചയായിട്ടും ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവിടെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകം രീതിയിൽ അവിടെ എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് മനസ്സിലാക്കി തന്നെ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് രാഷ്ട്രസുരക്ഷയ്ക്ക് ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ അതാത് സമയത്ത് അതിൻ്റെ നിയമപരമായും അതുപോലെ ആശയപരമായും നേരിട്ടാൽ മാത്രമേ അത് മുളയിലെ നുള്ളിക്കളയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 146 കോടി ജനങ്ങളിലെ 1 കോടി ജനങ്ങൾക്കെങ്കിലും 1% ജനങ്ങൾക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രതിബദ്ധത വളർത്തിയെടുക്കാനായാൽ അത് വലിയൊരു ജനക്കൂട്ടമാണ്.
പല രാജ്യങ്ങളുടെയും ജനസംഖ്യയെക്കാളും വലുതാണ്. അങ്ങനെയൊരു അപകടം ഇതിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിരന്തരം മോണിറ്റർ ചെയ്യുകയും അതുപോലെ അത് ഒരു പരിഹാസ്യമായ അല്ലെങ്കിൽ ഒരു സറ്റൈറിക്കലായ നിലയിൽ നിന്നും മാറി പെട്ടെന്ന് അത് ഒരു വയലൻ്റായിട്ടുള്ള ജനക്കൂട്ടമായി മാറാതിരിക്കാനും ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ എത്ര വിവരം ഇല്ലാത്ത ആളുകളാണ് ഇതിൽ ചേരുന്നത് എന്ന് ആ ഒരു പർട്ടിക്കുലർ പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് അവരുടെ കൂട്ടത്തിലുള്ളവരുടെ വിവരമില്ലായ്മയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. GDP എന്തെന്നറിയാത്ത, GDP എത്രയാണെന്നറിയാത്ത വാശിയോടെ പറയുകയാണ് GDP കുറഞ്ഞു. എവിടെയാണ് GDP കുറഞ്ഞത്? ലോകത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന GDPയുടെ വർധന 6%-ലധികം 6-7% കൂടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സമ്പദ് വ്യവസ്ഥ ഭാരതത്തിൻ്റേതാണ്. അവിടെയാണ് പറയുന്നത് ഒന്നും നടക്കുന്നില്ല എന്ന്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം നടക്കുമ്പോഴും ഹോർമസ് കടലിടുക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കുമ്പോഴും ഇന്ത്യയിൽ മാത്രമാണ് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായത്. അതും അടുത്ത കാലത്തുണ്ടായ ചെറിയ പെട്രോൾ ഡീസൽ വില വർധനവും ഗ്യാസിൻ്റെ വില വർധനവും, അതും കമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ. അതൊഴികെ ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള കാലം പോലെ സുഗമമായി നടക്കുന്നു. അപ്പോൾ അത് നടന്നിട്ടും അതിൽ പോലും ആക്ഷേപം കണ്ടെത്തുന്ന മറ്റ് ലോകരാജ്യങ്ങളിലെ കാര്യങ്ങൾ എന്ത് സംഭവിക്കുന്നു, അമേരിക്കയിൽ തന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും നോക്കാതെ ഇന്ത്യയെ കുറ്റം പറയാനായിട്ട് ഇരിക്കുന്ന, മറ്റൊരു ജോലിയും ചെയ്യാതെ ഓൺലൈനിൽ ഇരിക്കുന്ന ഈ വിഭാഗം ആൾക്കാരെ കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് ഇത് വരുന്നത് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി അതിന് എതിരെ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു.